അന്താരാഷ്ട്ര പ്രസിദ്ധിയാർജിച്ച കടൽത്തീരമായിരുന്നു കോവളം. പ്രധാന തീരം കൂടാതെ ചന്ദ്രക്കല ആകൃതിയിൽ മറ്റ് 3 തീരങ്ങൾ കൂടിയുണ്ട്. നീന്തലും വെയിൽകായലും ആയുർവേദ സൗന്ദര്യ സംരക്ഷണം, തിരുമ്മൽ, കട്ടമരത്തിൽ കടൽ യാത്ര തുടങ്ങി ഒരു കാലത്ത് കോവളമായിരുന്നു ജില്ലയിലെ പ്രധാന ടൂറിസം ഡെസ്റ്റിനേഷൻ. I've just been noticing this morning how dirty the beach is, how much litter there is. Beach brings a lot of tourists. It brings a lot of business, it brings a lot of money, it brings people's livelihoods. They should realize that and help with the infrastructure. സാധാരണക്കാർക്ക് നമുക്ക് ഇവിടെ സൈഡിലൊക്കെ പോയെന്ന് ബാത്റൂമിൽ സൈഡിലൊക്കെ പോകാം. പക്ഷെ അതേ സംബന്ധിച്ച് വിദേശികൾ വരുമ്പോൾ അത് ചെയ്യാൻ പറ്റില്ല. കാരണം അത് ഭയങ്കര പ്രശ്നമാണ്. അവർക്ക് നിർബന്ധമായിട്ട് ടോയ്ലറ്റ് ഇതൊക്കെ സൗകര്യങ്ങൾ നിർബന്ധമായിട്ടുമാണ്. ലൈഫ് ഗാർഡുകളുടെ ഗണ്യമായ കുറവും ബീച്ച് ടൂറിസത്തെ പിന്നോട്ടടിക്കുന്നു. ദിവസം 18 പേരാണ് ഡ്യൂട്ടി ചെയ്തിട്ടിരുന്നത്. ഇപ്പോൾ അത് 10 പേരാണ്. സീസൺ സമയമാണ്. നമ്മൾ ഉള്ളവരെ വെച്ച് തന്നെ മേക്കപ്പ് ചെയ്ത് പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. ടൂറിസം പരിപോഷണം പേപ്പറിൽ മാത്രം ഒതുങ്ങിയതിന്റെ നേർക്കാഴ്ചയാണ് ഇന്നത്തെ ഈ പ്രതീക്ഷകളറ്റ തീരം. Public facilities we don't tend to use. We use the restaurant facilities. So maybe the public facilities need to be improved a bit. ഒരു കാലത്ത് വിദേശ വിനോദസഞ്ചാരികളുടെ പറുദീസയായിരുന്നു കോവളം. എന്നാൽ ഇന്ന് ആ സ്ഥിതിക്ക് വലിയ മാറ്റമുണ്ട്. ശുചിമുറി സംവിധാനം അടക്കമുള്ള അടിസ്ഥാന സംവിധാനങ്ങളുടെ അപര്യാപ്തതയാണ് ഇത്തരത്തിൽ വിനോദസഞ്ചാരികളെ ഇവിടെ നിന്ന് അകറ്റുന്നത്. ശാന്തവും സുന്ദരവുമാണ് വർക്കല. ആഭ്യന്തര വിനോദസഞ്ചാരികളെക്കാൾ ഏറെ വർക്കലയിലെത്തുന്നത് വിദേശ വിനോദസഞ്ചാരികളാണ്. ഭൗമശാസ്ത്രജ്ഞർക്കിടയിൽ വർക്കല ഫോർമേഷൻസ് എന്ന് വിളിക്കപ്പെടുന്ന മനോഹരമായ കുന്നുകൾ തന്നെയാണ് ഈ ഭൂപ്രകൃതിയെ കൂടുതൽ ആകർഷകമാക്കുന്നത്. പാരാസെയിലിംഗ്, സ്കൂബ ഡൈവിംഗ്, പാരാഗ്ലൈഡിംഗ് തുടങ്ങി സാഹസിക വിനോദസഞ്ചാരങ്ങൾക്കും വർക്കലയിൽ സൗകര്യമുണ്ട്. 1000-ലധികം റിസോർട്ടുകളും അനുബന്ധ സംവിധാനങ്ങളും മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് കണക്ക്. There could be better facilities for Westerners, public toilets, etc. But part of the charm of India, I think, is for Westerners to come and experience the real India. So it's not always a good thing to be too good to Westerners. ഈ ഒരു ബീച്ചിൽ തന്നെ ഏകദേശം ഒരു 32-34 പേര് വരെ മരിച്ചിട്ടുണ്ട്. ലൈഫ് ഗാർഡിന്റെ കുറവ് കൊണ്ടുപോകാനാണ് മരിച്ചത്. ലൈഫ് ഗാർഡ് ഉണ്ടെങ്കിൽ ഇത് മരണം സംഭവിക്കത്തില്ല. തിരുവനന്തപുരത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാര്യം വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ ഓടി കളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവരെ വന്ന് ആക്രമിക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് വന്ന് അവർ കുറച്ച് തെരുവ് നായ്ക്കളെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അത് കൊണ്ടുപോയതിൻ്റെ ഇരട്ടിക്ക് ഇവിടെ വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയേറെ ടൂറിസം വ്യവസായത്തിന് സാധ്യതകളുള്ള വർക്കലയെക്കുറിച്ച് വാചകമടി മാത്രമേ നടക്കുന്നുള്ളൂ. അടിസ്ഥാന സൗകര്യങ്ങൾ ഇപ്പോഴും വർക്കല തീരമടുക്കുന്നില്ല. ലോകം കണ്ടിരിക്കേണ്ട നഗരങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ടുവെന്ന് പറയുമ്പോഴും തിരുവനന്തപുരം ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ അതിഗുരുതരമാണ്. അടിസ്ഥാന സൗകര്യമില്ലായ്മ, തെരുവുനായ ശല്യം തുടങ്ങി ചൂഷണങ്ങൾ വരെ ഇതിൽ ഉൾപ്പെടുന്നു. ക്യാമറാമാൻ ശ്യാംകുമാറിനൊപ്പം ഗോകുൽനാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.